ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മൾ 2025 പൂർത്തീകരിച്ച് 26ലേക്ക് പ്രവേശിക്കുകയാണല്ലോ. പുതിയ വർഷം എല്ലാവർക്കും വളരെ ആവേശം നിറഞ്ഞത് തന്നെയാണ്. ഒരുപാട് പ്രതീക്ഷകൾ എല്ലാവരും ആ പുതുവർഷത്തിലേക്ക് വേണ്ടി കാത്തുവെക്കും, അത് നടപ്പാക്കുമെന്ന് പ്രതിജ്ഞയെടുക്കും എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഈ പുതുവർഷത്തിൽ നമുക്ക് പോസിറ്റീവായ വാർത്തകൾ ശ്രവിക്കാനാണ് ഏവരും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് വേണ്ടതും. ബൈ ചാൻസ് ചില നെഗറ്റീവ് വാർത്തകൾ നമ്മുടെ കാതുകളിൽ എത്താം, എന്നാൽ അത് നമുക്ക് ശ്രവിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ നമ്മൾ ഈ 2026 ഒരു പോസിറ്റീവ് വാർത്തയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. എനർജറ്റിക് ആയ ഒരു 2026 വേണ്ടി ഈ പോസിറ്റീവ് വാർത്തകൾ കൂടി അതിൽ ഒരു കൂട്ടാകട്ടെ. നമ്മുടെ യൗവനം നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ പരമാവധി പല കാര്യങ്ങളിലും അതിന്റെ രീതികളും ഒക്കെ സ്വീകരിക്കാറുണ്ടല്ലോ. ഇപ്പോൾ കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഒരു പഠനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഒരാളുടെ ബാല്യം 9 വയസ്സ് വരെയാണ്. നിങ്ങൾ പല വീഡിയോയിലും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും അതിന്റെ ഒരു വിശദീകരണം, അത് ശരിയാവാനുള്ള ഒരു സാധ്യതയും ഒക്കെ ഞാൻ ഇവിടെ വിവരിക്കുന്നുണ്ട്. ബാല്യം 9 വയസ്സ് വരെയാണ് എന്നാണ് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഒരു കൂട്ടം വിദഗ്ധർ നടത്തിയ പഠനത്തിൽ നിന്ന് അവർ എത്തപ്പെട്ടിരിക്കുന്നത്. കൗമാരം 10 വയസ്സ് മുതൽ 32 വയസ്സ് വരെ എന്നതാണ്. കാരണം ഒരാളുടെ കൗമാരം ആരംഭിക്കുന്നത് 10 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ്. യൗവനം, അതാണല്ലോ യൗവനമാണല്ലോ ഒരാളുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. യൗവനം 32 വയസ്സ് മുതൽ 66 വയസ്സ് വരെ എന്നതാണ്. 32 വയസ്സ് മുതൽ 66 വയസ്സ് വരെ ആൾക്ക് യൗവനമുണ്ട് എന്നതാണ് അതിന്റെ പുതിയ കണ്ടുപിടുത്തം. 66 വയസ്സ് മുതൽ 88 വയസ്സ് വരെയാണ് വാർദ്ധക്യം. ഇതിൽ ആദ്യഘട്ടം ആരംഭിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 83 വയസ്സ് മുതലാണ് ആരംഭിക്കുന്നത്. അത് 66 വയസ്സ് മുതൽ 88 വയസ്സ് വരെ വാർദ്ധക്യം. അതിൽ വാർദ്ധക്യം ശക്തമാകുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത് മുതൽ 83 വയസ്സ് വരെ എന്നതാണ്. എന്നാൽ ഇതിന്റെയൊക്കെ ചുരുക്കപ്പൊരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യകാലങ്ങളിൽ മനുഷ്യ ആയുസ് കുറവായിരുന്നു. ഓരോ വർഷവും അത് നമുക്ക് പഴയ നൂറ്റാണ്ടുകൾക്ക് പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യന്റെ ആയുസിനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പല വീഡിയോകളിലും പല പഠനങ്ങളിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഓരോ ദിവസം മുന്നോട്ട് വരുന്തോറും അതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പറഞ്ഞാൽ ഓരോ വർഷവും ഓരോ നൂറ്റാണ്ട് കഴിയും തോറും മനുഷ്യന്റെ ആയുസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് 88 വയസ്സ് വരെ 66 മുതലാണ് വാർദ്ധക്യം ആരംഭിക്കുന്നത്. 83 വയസ്സ് മുതൽ അതിന്റെ ഒന്നാം ഘട്ടം ആരംഭിക്കും എന്നൊക്കെയുള്ള പഠനങ്ങൾ നമുക്ക് അത് ശരിയാണ് എന്ന് തോന്നിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ആദ്യകാലങ്ങളിൽ മനുഷ്യായുസ് വളരെ പിന്നിലായിരുന്നു. പെട്ടെന്ന് ആയുസ് അവസാനിക്കുന്ന 20 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ എവറേജ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം 60ആണ്. ഈ 60ഉം 70ഉം ഇടയിലാണ് ഇപ്പോൾ കൂടുതലും കേരളത്തിലെ ഒക്കെ സംബന്ധിച്ചിടത്തോളം എവറേജ് പറയുന്നത്. 70 വയസ്സാണ് എവറേജ്, 60 മുതൽ 70 വരെ. ഇതിനേക്കാൾ കൂടുതലാണ് ഈ പുതിയ പഠനം അനുസരിച്ച് ഏകദേശം ഇനിയിപ്പോ ഒരു 80 വയസ്സ് വരെ എവറേജ് എത്താൻ സാധ്യതയുണ്ട്. 88 വയസ്സ് മുതൽ വാർദ്ധക്യം ആരംഭിക്കും, അതിൽ 83 വയസ്സ് മുതൽ അതിന്റെ തുടക്കം എന്നൊക്കെ പറയുന്നത് പോലെ 80 വയസ്സായിരിക്കും ഇനി എവറേജ് നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആയുസ് മുന്നോട്ട് പോകുന്തോറും അതിന്റെ ദൈർഘ്യം കൂടി വരുന്നു എന്നത് നമുക്ക് ഈ പഠനങ്ങളൊന്നുമില്ലെങ്കിലും പരിചയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുൻ ചരിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ മനുഷ്യന്റെ ആയുസിന്റെ ദൈർഘ്യവും ഇപ്പോൾ ലഭിക്കുന്ന ദൈർഘ്യവും ഇപ്പോൾ ഈ കേംബ്രിഡ്ജ് സർവകലാശാല പറയുന്ന ഈ പഠനത്തിലെ ദൈർഘ്യവും ഒക്കെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആയുസ് ദിവസം ചെല്ലുന്തോറും വർഷം ചെല്ലുന്തോറും നൂറ്റാണ്ടുകൾ ചെല്ലുന്തോറും അതിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഏകദേശം ഒരു 1500 വർഷം പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനുഷ്യന്റെ ആയുസ് 20 വയസ്സ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അത് 60-70ന്റെ ഉള്ളിൽ നിൽക്കുന്നു. ഇനിയിപ്പോൾ പുതിയ പഠനങ്ങൾ പറയുന്നത് കണക്കനുസരിച്ചാണെങ്കിൽ എവറേജ് അത് 80ന്റെ പുറത്ത് പോകും എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്.
അപ്പോൾ ഇത് 2026 സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പോസിറ്റീവ് വാർത്തയാണ്. തീർച്ചയായും ഇത് 2026 നമ്മൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പോസിറ്റീവ് വാർത്തകൾ പങ്കുവെക്കാനാണല്ലോ താല്പര്യം. ഇത് ഒരു പോസിറ്റീവ് വലിയ വാർത്തയാണ്, പോസിറ്റീവിൽ വലിയ വാർത്തയാണ്, ചെറിയ വാർത്തയല്ല. അപ്പോൾ മനുഷ്യന്റെ ബാല്യം 9 വയസ്സ് മുതലാണ്, 9 വയസ്സ് വരെയാണ്. കൗമാരം 10 മുതൽ 32 വയസ്സ് വരെയാണ്. യൗവനം 32 മുതൽ 66 വയസ്സ് വരെയാണ്. വാർദ്ധക്യം 66 മുതൽ 88 വയസ്സ് വരെ. ഇതിന്റെ ഒന്നാം ഘട്ടം 83 വയസ്സ് തുടങ്ങുന്നു എന്നത് തന്നെയാണ്. ഇത് കേന്ദ്ര സർവകലാശാല വളരെ വ്യക്തമായി നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായതും ഇത് അവർ അനൗൺസ് ചെയ്തത്. തീർച്ചയായും ഇത് എല്ലാവർക്കും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. വയസ്സായി എന്നൊന്നും പറയേണ്ടതില്ല. ഇനി ഈ ഗവൺമെന്റുകളൊക്കെ ഇതിനനുസരിച്ച് പെൻഷൻ പ്രായമൊക്കെ കൂട്ടുമോ എന്നൊന്നും അവർക്കൊന്നും എത്തിയിട്ടില്ല പഠനങ്ങൾ. എങ്കിലും അതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും 2026 സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് വാർത്ത തന്നെയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് വാർത്ത തന്നെ നമുക്ക് ഇവിടെ പങ്കുവെക്കാൻ സാധിച്ചത് അത് തീർച്ചയായും ഒരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്കൾ ഈ വീഡിയോ മുഴുവനായി വീക്ഷിച്ചതിന് നന്ദി. അടുത്ത വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. നന്ദി, നമസ്കാരം.